ശരണമന്ത്ര ജപങ്ങൾക്കിടയിൽ മകരവിളക്ക് തൊഴുത് ദർശന പുണ്യം നേടി ഭക്തലക്ഷങ്ങൾ. ചൊവ്വാഴ്ച വൈകിട്ട് മകരജ്യോതി ദർശിച്ച് തീർത്ഥാടകർ മലയിറങ്ങി. പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളും പിഴവില്ലാത്ത ഏകോപനവും ശബരിമലയിൽ സുരക്ഷിതമായ മകരജ്യോതി ദർശനം സാധ്യമാക്കി. ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ പോലീസിന്റെയും ദേവസ്വം ബോർഡിന്റെയും ആരോഗ്യ, വൈദ്യുതി, ഗതാഗത, വനം, റവന്യൂ, ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള വിവിധ വകുപ്പുകളുടെയും ആസൂത്രണവും മുന്നൊരുക്കങ്ങളും കൃത്യമായി നടപ്പാക്കാൻ കഴിഞ്ഞതോടെയാണ് മകരവിളക്ക് ദർശനം സുഗമമായത്. 5000 പോലീസുകാരെയാണ് മകരവിളക്ക് കാലത്ത് ശബരിമലയിൽ വിന്യസിച്ചത്. കൂടാതെ NDRF, RPF, ബോംബ് സ്ക്വാഡ് തുടങ്ങിയ സുരക്ഷാ സേനകളുടെ സേവനവും ലഭ്യമാക്കിയിരുന്നു. സുരക്ഷിതമായ ദർശനമാണ് വിവിധ വകുപ്പുകളുടെ സംയുക്ത പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചത്. മകരവിളക്കിന് ശേഷം മടങ്ങുന്ന തീർത്ഥാടകർക്കായി KSRTC ബസ് സർവീസ് കൃത്യമായ ഇടവേളകളിൽ വിവിധ സ്ഥലങ്ങളിലേക്ക് ഉറപ്പാക്കിയിരുന്നു. മകരവിളക്ക് മഹോത്സവം അവസാനിച്ച് നടയടയ്ക്കുന്നതുവരെ അയ്യപ്പന്മാരുടെ വരവനുസരിച്ച് ചെയിൻ സർവീസുകൾ പ്രവർത്തിക്കും. മകരജ്യോതി ദർശനത്തിനും തുടർന്ന് തിരിച്ചിറങ്ങുന്നതിനും പോലീസ് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. മകരജ്യോതി ദർശനത്തിനായി സന്നിധാനത്ത് പാണ്ടിത്താവളം ഉൾപ്പെടെ 10 പോയിന്റുകളാണ് ക്രമീകരിച്ചിരുന്നത്. വ്യൂ പോയിന്റുകളിൽ ബാരിക്കേഡ് സ്ഥാപിച്ച് സുരക്ഷ ഉറപ്പാക്കി. മലയിറങ്ങുന്നവർക്ക് വിവിധ പോയിന്റുകളിൽ വൈദ്യസഹായം നൽകാനും സംവിധാനങ്ങൾ സജ്ജീകരിച്ചിരുന്നു.